ഹിന്ദു ഭൂരിപക്ഷമുള്ള ഉത്തരേന്ത്യയിൽ നിന്നാണ് മുസ്ലിം ന്യൂനപക്ഷ മണ്ഡലമായ വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുലിനെയും കോൺഗ്രസിനെയും വീഴ്ത്താൻ ബി.ജെ.പി. വർഗീയ കാർഡ് പുറത്തെടുത്തു കഴിഞ്ഞു. ഹിന്ദുക്കളെ കോൺഗ്രസ് ഭയപ്പെടുന്നു എന്നും അതുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലേക്ക് ഒളിച്ചോടുന്നു എന്നുമുള്ള പ്രചരണങ്ങൾ ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കുമെന്നാണ് ബി.ജെ.പി. കണക്കുകൂട്ടുന്നത്. ഉത്തരേന്ത്യയിൽ ഹിന്ദുത്വ കാർഡ് ഇറക്കുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ സ്മൃതി ഇറാനിയെ തന്നെ ഇറക്കുകയാണ് ബി.ജെ.പി. നരേന്ദ്രമോദിയുടെ വിഭജന രാഷ്ട്രീയത്തിന് എതിരെയാണ് രാഹുലിന്റെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അതേ വിഭജന തന്ത്രം ബി.ജെ.പിയും നരേന്ദ്രമോദിയും ഉത്തരേന്ത്യയിൽ ഉപയോഗിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഹിന്ദുക്കളെ ഭയന്ന് ഒളിച്ചോടുന്നു എന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തന്നെ ഇതിന് ഉദാഹരണമാണ്. എന്നാൽ കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്ന തരത്തിലുള്ള ഈ പ്രചാരണം ഏൽക്കില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് മണ്ഡലമായ അമേഠി തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അമേഠിയിൽ ഇത്തവണ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ ബി.ജെ.പി. പഠിച്ച പണി 18 പയറ്റുമെന്ന് ഉറപ്പാണ്. 2014 എതിരാളിയായ സ്മൃതി ഇറാനിയെ തന്നെയാണ് ഇത്തവണയും അമേഠിയിൽ ബി.ജെ.പി. ഇറക്കുന്നത്. കടുത്ത മത്സരം അമേഠിയിൽ ഇക്കുറി പ്രതീക്ഷിക്കുന്നുണ്ട്. അമേഠിയിൽ മാത്രമല്ല വയനാട്ടിലും രാഹുൽ ഗാന്ധിയെ നേരിടാൻ ബി.ജെ.പി. സ്മൃതി ഇറാനിയെ കൊണ്ടുവരും എന്നാണ് റിപ്പോർട്ടുകൾ. വയനാട്ടിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നതിന് വേണ്ടിയാണ് അമേഠിയിൽ നിന്നും സ്മൃതി ഇറാനി എത്തുന്നത്. ഒരു ഘട്ടത്തിൽ വയനാട് സീറ്റ് ബി.ഡി.ജെ.എസിൽ നിന്നും ബി.ജെ.പി. ഏറ്റെടുത്തേക്കുമെന്നും സ്മൃതി ഇറാനിയെ മത്സരിപ്പിക്കുമെന്നും അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ബി.ഡി.ജെ.എസ് ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ പൈലി വാദ്യാട്ടിനെ മാറ്റി തുഷാർ വെള്ളാപ്പള്ളി തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. സ്മൃതി ഇറാനി അടക്കം ബി.ജെ.പിയുടെ ദേശീയ നേതാക്കളും കേന്ദ്രമന്ത്രിമാരടക്കം രാഹുലിനെതിരെ പ്രചാരണം നടത്താൻ വയനാട് ചുരം കയറും. സ്മൃതി ഇറാനി ഈ മാസം 9-നാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി കേരളത്തിലെത്തുക. കേന്ദ്രമന്ത്രി ആർ.കെ. സിംഗും സ്മൃതിക്കൊപ്പം സംസ്ഥാനത്തെത്തും. 11-ന് സുഷമ സ്വരാജും 13-ന് രാജ്നാഥ് സിംഗും 13-ന് നിതിൻ ഗഡ്കരിയും കേരളത്തിലെ എൻ.ഡി.എയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനെത്തും. നിർമ്മല സീതാരാമൻ 16-നും പീയൂഷ് ഗോയൽ 19-നും മുഖാദർ അബ്ബാസ് നഖ്വി 20-നും കേരളത്തിലെത്തും എന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തും. 21-ന് ആദിത്യനാഥ് എത്തുക. കർണാടകത്തിലെ ബി.ജെ.പി. നേതാവ് ബി.എസ്. യെദ്യൂരപ്പ ഈ മാസം 8-നെത്തും. സ്മൃതി ഇറാനി 9-ന് കേരളത്തിലെത്തുമെങ്കിലും വയനാട്ടിലേക്ക് എന്നാണ് പ്രചരണത്തിന് എത്തുക എന്നത് തീരുമാനമായിട്ടില്ല. ബി.ജെ.പി. സ്മൃതി ഇറാനിയെ ഇറക്കുമ്പോൾ കോൺഗ്രസ് പകരമിറക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് പ്രിയങ്ക വയനാട്ടിലെത്തും. സോണിയാഗാന്ധിയും എത്തിയേക്കുമെന്ന സൂചനയുണ്ട്. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുമ്പോഴും രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി ഉണ്ടായേക്കും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.